പോയിട്ട് ഒന്നുകൂടെ തൊട്ടിട്ട് കുറച്ചുകൂടെ നീക്കി കൊടുക്കുക. കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് തൊട്ടിട്ട് ഒന്നുകൂടെ നീക്കി കൊടുക്കുക. കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് തൊട്ടിട്ട് ഒന്നുകൂടെ നീക്കി കൊടുക്കുക. അതുപോലെ തന്നെ ആണിൻ്റെയും കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് ഒന്നുകൂടെ തൊട്ട് കൊടുക്കുക. ഇനി നമ്മൾ ശരി അടയാളം തൊട്ട് ഇങ്ങനെ വന്നു, ഇതിൻ്റെ താഴെ നീക്കുക. ഇനി എങ്ങനെ ഉണ്ട് നമ്മൾ നോക്കണേ. ഇത് പ്ലേ ചെയ്യുന്നുണ്ട്. എന്താ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ പ്ലേ ആവും. കണ്ടില്ലേ? രണ്ടാളും പോയിട്ട് അതുവരെ എത്തി. ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു വർക്ക് എന്ന് പറഞ്ഞാൽ, രണ്ടു പേരും ഇവിടെ എത്തുമ്പം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവരൊരു സ്നേഹം വിതറുന്നത് പോലത്തെ ഒരു സാധനം കൊണ്ടുവരാൻ പോവാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ ഇതാ ഇവിടെ തൊടുക. ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇവിടെ തൊടുക. നമ്മൾ ഗാലറിയിലേക്ക് പോവാണ്. തൊട്ടല്ലോ, ഗാലറിയിലെത്തി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? സേവ് ചെയ്ത ആദ്യം ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് സാധനം എടുക്കാൻ പോവാണ്. എന്താണ് സാധനം എന്ന് അറിയാം? നോക്കട്ടെ എവിടെയുള്ളതെന്നൊക്കെ. ഇവിടെയല്ല, ഒറ്റ മിനിറ്റ്. എവിടെയാണുള്ളത് നോക്കട്ടെ. സേവ് ചെയ്ത് വെച്ച സാധനം ഇവിടെയല്ല. നമ്മൾ സേവ് ചെയ്ത് വെച്ചത് സാധനത്തിലേക്ക് ഒന്നുകൂടെ നോക്കി കൊണ്ടുവരികയാണ്. വെഡ്ഡിങ് ആനിമേഷൻ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. അത് നമ്മളിവിടെ കൊണ്ടുവരുന്നു. ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് എന്താക്കണം? ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് കളയാനുള്ള ഓപ്ഷൻ ഈ ആപ്പിലുണ്ട്. അത് നമുക്ക് കളയാൻ പോവുകയാണ്. എങ്ങനെ കളയുന്നത് നോക്കണ്ടേ? ഇതിപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ളത്, ഈ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആയിട്ടുള്ളത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കളഞ്ഞെടുക്കണം. അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ, താഴെയുള്ള കുറേ ടൂളുകൾ കണ്ടോ? അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടാവും ക്രോമ. കണ്ടില്ലേ? ക്രോമ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് വരും. അതിപ്പോൾ നമുക്ക് ആ പച്ച കളറുള്ളടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് താഴെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് പോയി കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഒന്നുകൂടി പ്ലേ ചെയ്താലേ കാര്യങ്ങൾ മനസ്സിലാവും. പ്ലേ ചെയ്യുന്നുണ്ടേ. കണ്ടില്ലേ? ഇത്രയും നമുക്ക് എന്താകണം? ആ ലവ് ഇങ്ങനെ വായുവിലേക്ക് പറക്കുന്ന ഇമേജ് വേണം. അപ്പോൾ അത് കണക്റ്റ് ഇത്രയേ വേണ്ടു. രണ്ടാളും അങ്ങ് പോയി കഴിഞ്ഞാൽ വേണ്ടല്ലോ, ഇത്രയേ വേണ്ടു. അപ്പോൾ നമ്മൾ ഈ പച്ച സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്യണം. ഇതൊരു കുറച്ച് വലിയ പിന്നെ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വീഡിയോ ആണ്. അത് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ താഴെയുള്ള കുറേ ടൂൾസിൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ? സ്പ്ലിറ്റ്. അവിടെ ഒന്ന് തൊടലോടുകൂടി അതിന് ശേഷമുള്ള ഭാഗം സെലക്റ്റായി കട്ട് ചെയ്തിട്ട് വേറെ. ഇനി അതിനെ ഡിലീറ്റ് കൊടുത്താൽ മതി. ഇതാ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി. ഇനി നമ്മൾ ഓക്കെ കൊടുത്തിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുന്നുണ്ടേ. കണ്ടില്ലേ? അവിടെ എത്രയോടെ അത് അവർ രണ്ടാളും കണ്ടുമുട്ടുമ്പോൾ കണ്ടില്ലേ? ഇതിങ്ങനെ പോവാണ്. ഓക്കെ. ഇനി അതിന് ശേഷം നമുക്കെന്ത് ചെയ്യണം? ഒരു പാട്ടിട്ട് കൊടുക്കണം. പാട്ട് കൊടുക്കാൻ, അതായത് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മ്യൂസിക് എന്നുള്ളത് കണ്ടോ? അവിടെ ഒന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 മ്യൂസിക് എഫക്റ്റ് റെക്കോർഡ് എന്ന് കാണും. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോണിലുള്ള മ്യൂസിക് എടുക്കാൻ പോകണം. അപ്പോൾ മ്യൂസിക് എന്നുള്ളത് തൊടാം. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നമ്മൾ ഫോണിലുള്ളത് മൈ മ്യൂസിക്കിൽ പോയാൽ നമ്മുടെ ഫോണിൽ സേവ് ആയ സാധനമാണ്. കണ്ടല്ലോ? ഇവിടെ ഞാൻ കല്യാണത്തിന് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഫസ്റ്റത്തിൽ ബാറക്കല്ല എന്നുള്ളൊരു പാട്ടാണ്. ഇത് നമ്മൾ യൂസ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് എത്തി. ഇനി നമ്മൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ തിരിയും. ആ പാട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്.
എങ്ങനെ കട്ട് ചെയ്യാം? ആ പാട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യണം. മ്യൂസിക്കിൽ തൊടുക. അപ്പോൾ പാട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്ലേ ചെയ്യുക. ഇവിടെ നമുക്ക് തുടങ്ങണ്ടേന്ന് തീരുമാനിച്ചാൽ മതി. നമുക്ക് ഇവിടെ തുടങ്ങണ്ട. ഈ ബാറക്കല്ല മുതല തുടങ്ങേണ്ടതെങ്കിൽ ഒന്നുകൂടി കറക്റ്റ് ഒപ്പിക്കുക. അവിടെ കറക്റ്റ് ഒപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പ്ലിറ്റ് കൊടുക്കുക. സ്പ്ലിറ്റ് കൊടുത്തപ്പോൾ നമുക്ക് അതിന് ശേഷമുള്ളതാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പുള്ളതിന് നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ ഒന്ന് തൊട്ട് കൊടുക്കണം. തൊട്ടെടുത്ത് ഇപ്പം സെലക്റ്റായി. ഇനി അതിനെ ഡിലീറ്റ് ആക്കണം. അപ്പോൾ ഇവിടെ ഡിലീറ്റ് എന്നുള്ള ആ ബട്ടൺ തൊടുക. തൊട്ടല്ലോ. എന്നിട്ട് ഈ പാട്ട് നമുക്ക് ഫസ്റ്റ് മുതലേ കൊണ്ടുവരണ്ടേ. അപ്പോൾ എന്താകണം? ഈ സാധനത്തിനൊന്ന് തൊടുക. ഒന്ന് തൊട്ട് അമർത്തിയിട്ട് ഒന്ന് ബാക്കോട്ട് വലിക്കുക. ഒന്ന് അമർത്തുക, എന്നിട്ട് ബാക്കോട്ട് കറക്റ്റ്. എന്നിട്ട് നമുക്ക് എന്താക്കാം? ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ ശരി തൊട്ട് കഴിഞ്ഞാൽ പ്ലേ ചെയ്യേണ്ട അവസ്ഥ. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് വേണ്ടാത്ത ബാക്കി കട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതോടൊപ്പം വെറുതെ പാട്ടും ഇത് മാത്രം പോരല്ലോ. അപ്പോൾ നമ്മൾ എന്താക്കണം? ഏകദേശം കുറച്ച് ഒരു ഇത്ര എത്തുമ്പോൾ സേവ് ദ ഡേറ്റ് എന്ന് എഴുതി കൊടുക്കാൻ പാടില്ല. എഴുതി കൊടുക്കാൻ നമ്മൾ ടെക്സ്റ്റ് എന്നുള്ളത് തൊടുക. എന്നിട്ട് വീണ്ടും ടെക്സ്റ്റ് തൊടുക. അപ്പോൾ നമുക്ക് എഴുതാവുന്നതാണ്. സേവ് ദ ഡേറ്റ് എന്ന് എഴുതുന്നുണ്ടേ. സേവ് ദി ഡേറ്റ്. അതിൻ്റെ പല രൂപത്തിൽ നമുക്കതിനെ മാറ്റാവുന്നതാണ്. അതായത് ഈ എൻ്റെ ഫോണ്ടൊക്കെ മാറ്റണമെങ്കിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ഫോണ്ടുകളാക്കാം. ഏതാണോ നിങ്ങൾക്ക് അടിപൊളിയായി തോന്നുന്നത് ആ ഫോണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. കളറും ചേഞ്ച് ചെയ്യാം. കളറ് മാറ്റാം, ബോർഡർ മാറ്റാം. ബോർഡർ വേണ്ടെങ്കിൽ ഒഴിവാക്കാം. വേണ്ടോ? വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുകയും ചെയ്യാം. കളറ് മാറ്റി കൊടുക്കാം, ഷാഡോ കൊടുക്കാം, ഗ്ലോ കൊടുക്കാം, ലേബൽ ഇങ്ങനെ വേണമെങ്കിൽ ലേബലായിട്ട് കൊടുക്കാം. കളറ് മാറ്റി കൊടുക്കാം. ലേബൽ കൊടുത്തിട്ട് അതിൻ്റെ കളറ് മാറ്റാം. ഇങ്ങനെ പലതും ചെയ്യാം. പിന്നെ ഒരു സാധനമുണ്ട്, ഒരു മോഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? അത് തൊട്ട് കഴിഞ്ഞാൽ വ്യത്യസ്ത രൂപത്തിൽ അത് വരും. കണ്ടോ? എങ്ങനെയാണോ വരേണ്ടത് അത് ഓക്കെ കൊടുത്താൽ മതി. നമുക്കിപ്പോൾ അത് തൽക്കാലം പിന്നെ നമുക്കിത് കൊടുത്ത് ഈ സേവ് ദ ഡേറ്റ് കൊടുത്തിട്ട് അതിന് കാണുന്ന വിധത്തിലാക്കാം. അതിനെ നമുക്ക് എന്താക്കണം? കുറച്ച് മേലെ കൊണ്ട് വെച്ച് വേണ്ട രൂപത്തിൽ അതിനെ സെറ്റ് ചെയ്ത് കളർ ചേഞ്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല കളർ കൊടുക്കാം. അതോടൊപ്പം പിന്നെ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണമെങ്കിൽ ഇവിടെ തൊട്ടാൽ മതി. ബോർഡർ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ബോർഡർ